മുട്ടയും മൈദയും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മൈദ എടുത്ത അതേ ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് നമ്മൾ റവ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിന് ശേഷം കുറച്ച് ആവശ്യത്തിലുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ള ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബാറ്റർ, ആ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ബാറ്റർ നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ആ ഒരു പരുവത്തിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ആ ബാറ്റർ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളൊരു ചട്ടി വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അത്യാവശ്യം ഒരു കുഴിയുള്ള ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. ആ കയ്യിലിൻ്റെ ആ ഒരു അളവിലാണ് നമ്മൾ ഓരോന്ന് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു ഇതിൽ, ആ ഒരു പരുവത്തിൽ നമുക്ക് അത് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. അപ്പോൾ ഇത് വളരെ അധികം നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.